എല്ലാവർക്കും നമസ്കാരം. ഈ ഓണത്തിന് ഒരു പുതുമയുള്ള പായസം നമുക്ക് ഉണ്ടാക്കണ്ടേ? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒന്നുകിൽ ഉണക്കലരി പായസം, അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് പായസം, ചെറുപയർ പരിപ്പ് പായസം, ഇതൊക്കെയല്ലേ നമ്മൾ വെക്കാറ്. ഞാൻ ഈ ഓണത്തിന് ഒരു പുതുമയുള്ള പായസമാണ് വെക്കുന്നത്. അതിൽ ഈ ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഈ പായസത്തിൻ്റെ മറ്റ് ചേരുവകൾ എന്തെല്ലാമാണെന്നും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Cook with Sophie, sharing 40 years experience. അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. നമുക്ക് ചൂടായ പാനിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. അല്പം കളർ മാറി വരണം. ചെറുപയർ പരിപ്പ് ചൂടാക്കണമെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പുതിയതായി ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇതിങ്ങനെ ചൂടാക്കി എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഈ പച്ചച്ചുവ പായസത്തിൽ എടുത്ത് നിൽക്കും. ഇപ്പം ഇത് ഒരു 3-4 മിനിറ്റായി ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വറുത്തെടുത്തത്. ഇപ്പം നമ്മൾ ഇപ്പോൾ സമയം നോക്കിയില്ലെങ്കിലും തന്നെ അറിയാം ഇതിൻ്റെ മണം മാറി മാറി വരുന്നുണ്ട്. ആദ്യത്തെ പച്ചമണം അല്ല ഇത് മൂത്ത് വരുമ്പോൾ ഉള്ളത്. ഇപ്പം എന്തെങ്കിലും നന്നായിട്ട് ചൂടായി മൂത്ത് അതിൻ്റെ ആവശ്യത്തിന് മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു 3-4 പ്രാവശ്യം കഴുകി 10 മിനിറ്റെങ്കിലും കുതിരാൻ ഇടണം. ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത് ഒരു ഓട്ടുരുളിയിലാണ്. ഇനി അതിലേക്ക് നമുക്ക് ചേരുവകളൊക്കെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. അരക്കപ്പ് ഉണക്കലരി 3-4 പ്രാവശ്യം കഴുകി കഴിഞ്ഞ് 20 മിനിറ്റോളം കുതിർത്തെടുത്തതാണ്. അത് നമുക്ക് ആദ്യം ഉരുളിയിലേക്ക് ചേർക്കാം. അതുപോലെ അരക്കപ്പ് ഗോതമ്പ് നുറുക്ക്. അത് രണ്ടിനും ഒരുപോലത്തെ വേവാണ്, അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഒന്നിച്ചിടുന്നത്. ഇതും 20 മിനിറ്റ് കുതിർത്തതാണ്. തേങ്ങയുടെ 3-ാം പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. തേങ്ങയുടെ 3-ാം പാൽ ചേർക്കാം. ഇത് 5 കപ്പുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം നമ്മുടെ അരിയും ഗോതമ്പും കൂടെ വേഗം വെച്ചതിൽ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 20 മിനിറ്റ് കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പ് ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടണം. നമുക്ക് ഇതെല്ലാം വെന്തോന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉരുക്കിയ ശർക്കര ചേർക്കാം. ഇത് ഒരു 750 ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. അത് ചേർക്കുവാണ്. ഇനി നന്നായിട്ട് തീ അല്പം കൂട്ടി വെച്ച് ഒന്ന് വഴറ്റി ഈ ശർക്കരയിലെ വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം. അന്നേരത്തേക്ക് അരിയിലും പരിപ്പിലും എല്ലാം ഈ മധുരം നന്നായിട്ട് പിടിക്കുള്ളൂ. അടി കൂട്ടി ഇളക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ ഈ സൈഡിൽ കയറിയിരിപ്പുണ്ട്, അതെല്ലാം ഇങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പം ശർക്കര ചേർത്ത് ഇനി അത് കഴിഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം. അതുകൊണ്ടാണ് ഒത്തിരി വെള്ളം ചേർത്ത് ശർക്കര ഉരുക്കരുതെന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, പരിവം കണ്ടല്ലോ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർക്കാം. 2-ാം പാല് 2.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വീണ്ടും ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഈ 2-ാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞ് കൈ വിടാതെ തന്നെ ഇളക്കണം. അങ്ങനെ ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. പക്ഷേ ഇളക്കാതിരുന്നാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. നമുക്കപ്പോൾ അത് അടി പിടിക്കാതിരിക്കുമല്ലേ വേണ്ടിയത്. അങ്ങനെ ഇങ്ങനെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം.
ഈ രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത് ഇതുപോലെ ഒന്ന് തിള വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ തിള വന്നതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് ഇതേ അടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ അടി തട്ടി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം. തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഈ പൊടികൾ ചേർക്കാം. പൊടികൾ നേരിട്ട് ചേർത്താൽ മിക്കവാറും അത് കട്ട പിടിച്ച് കിടക്കും. അതിന് നമുക്കിതൊന്ന് തേങ്ങാപ്പാലിനകത്ത് ഒന്ന് കലക്കി ഒഴിക്കാം. 1 ടീസ്പൂൺ ചുക്ക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമുക്ക് ഈ പൊടികൾ കലക്കിയത് ഇതിലേക്ക് ചേർക്കാം. മിക്സ് ചെയ്യാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞൊന്ന് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കാം. 1.25 കപ്പാണ് ഒന്നാം പാല്. 2 മീഡിയം തേങ്ങയിൽ നിന്ന് എടുത്ത പാലുകളാണ്. 1.25 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത നല്ല കുറുകിയ പാലും, 2.5 കപ്പ് രണ്ടാം പാലും, 5 കപ്പ് മൂന്നാം പാലും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് തിളയ്ക്കണ്ട, നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മതി. തവിയലാവി വരിക എന്നൊക്കെ പഴമക്കാർ പറയല്ലേ, അതുപോലെ തന്നെ. ഇനി ഇതിൻ്റെ മധുരവും അതുപോലെ പൊടികൾ ചേർത്തല്ലേ അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് നോക്കണം. ഇപ്പം പൊടികളുടെ ടേസ്റ്റും മധുരവും ഉപ്പും എല്ലാം നന്നായിട്ടുണ്ട്. ഉപ്പ് ചേർത്തത് കൊണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ജീരകം, ചുക്ക്, ഏലക്കാപ്പൊടി എല്ലാത്തിനും ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് തീയിൽ നിന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് വറുത്തിടാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് നെയ്യ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ചൂടായ നെയ്യിലേക്ക് ഇത് 1 കപ്പ് തേങ്ങ കൊത്തിയെടുത്തതാണ്. ഇതിനകത്ത് തേങ്ങാക്കൊത്ത് കൂടുതൽ ഇടുന്നതാണ് രുചി. തേങ്ങ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 പിടി കശുവണ്ടി, 1 പിടി കിസ്മിസ്. ഇപ്പം എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി വറുത്ത് വെച്ചത് ഈ പായസത്തിലേക്ക് ചേർക്കാം. ഇനി ഇത് പാത്രപാകമാകാനായിട്ട് 1/2 മണിക്കൂറെങ്കിലും മൂടി വെക്കണം. അപ്പോൾ 1/2 മണിക്കൂർ മൂടി വെച്ചിരുന്നല്ലേ, ഇനി ഒന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഓണത്തിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ പായസം റെഡിയായി. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ സ്പെഷ്യൽ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു മടിയും വേണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.